സർവേശ്വര നമ്മെ അനുഗ്രഹിക്കട്ടെ. ഭൂമിയിൽ അവിടുത്തെ വഴികളും അറിയപ്പെടട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിക്കുകയും സന്തോഷപൂർവ്വം പുകഴ്ത്തുകയും ചെയ്യട്ടെ. ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അല്ലാഹ് ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും ഉയരും നൽകുന്നു. ഭാഗ്യമേ നിൻ കൃപയാലെ മാമോദീസ വഴി അങ്ങേ സുതരാണവരെ നോക്കണമേ. സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവം വണങ്ങുന്നു. അല്ലാഹ് ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയിൽ നിന്റേതാകുന്നു. ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. പ്പെട്ടവർക്കായി ലോക ആരംഭത്തിൽ തന്നെ സജ്ജമാവുന്ന രാജിലേക്ക് എറിയപ്പെട്ട അമ്മച്ചിയെ സ്വീകരിക്കണമേ. ജീവന്റെ ദൈവത്തെ കാണുവാൻ ആത്മാവ് ദാഹിക്കുന്നു. രാവും പകലും ഞാൻ കണ്ണുനീര് കുടിക്കുന്നു. ഞാൻ എപ്പോൾ എന്റെ ദൈവത്തെ കാണും. എന്റെ ആത്മാവേ നിരാകുലപ്പെടുന്നു. പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലാസറിന്റെ മരണത്തിൽ പണം നിർത്തി വിലപിച്ച സ്നേഹസമ്പന്നനായ കർത്താവേ, കരയുന്നവരെ അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാമത്തിൽ ഞങ്ങളുടെ പിതാവേ, അമ്മയുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു. ഞാൻ പാപത്തോടുകൂടെ ജനിച്ചിരിക്കുന്നു. എന്റെ ഉത്ഭവം തന്നെ തിന്മയിലാകുന്നു. അമ്മ സത്യവാനാണല്ലോ. അങ്ങേ ഞാൻ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരാം. ഞങ്ങളുടെ ആരംഭവും മരണശേഷം ഞങ്ങളുടെ തനയരോടും ചേർന്നു മഹോന്നത ഭൂവനിൽ സമൃദ്ധികളാലും അങ്ങേക്ക് സാധിപ്പിച്ചാണ് പാപങ്ങളെല്ലാം ക്ഷമിച്ചതിന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കർത്താവ് പരിപാലിക്കുന്നു. നിസ്സഹായനായ എന്നെ അവിടുന്ന് രക്ഷിച്ചു. എന്റെ ദൈവത്തിൽ അഭയം തേടുക. രക്ഷകനായ ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മഹിമയുടെ അന്തിമ വിധി നാളിൽ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും ഉയരും നൽകുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ജീവൻ ഉദിക്കുന്നു. രക്ഷയും അവന്റെ പക്കലാകുന്നു. വിളിക്കുകയും നിന്റെ വലതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്ന പരിഹാരം ചെയ്തവർക്കായി ജീവിതകാലത്തെ പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം വാഗ്ദാനങ്ങളുടെ പ്രേക്ഷിയാൽ ആശ്വസിപ്പിക്കണമേ. മരണത്തിന്റെ നാഥനും
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. പ്രിയത്തെയും മഹിമയുടെ അന്തിമവിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ നല്ല വലത്തു വലമ്പാകേ. താവകമല്ലോ കർത്താവേ ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാ ഒഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. പ്രസാദിക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ രക്ഷയും ഭൂമിയിൽ അവിടുത്തെ വഴികളും അറിയപ്പെടട്ടെ. തിരുനാമം കീർത്തിച്ചവരെ കർത്താവേ നിത്യപിതാവിൻ സന്നിധിയിൽ ആത്മാവേ സമാധാനമേ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങേ പ്രസാദിപ്പിച്ച നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഞങ്ങളുടെയും മുഖത്ത് പണിയിക്കണമേ. വിധിയാം കർത്താവേ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാതാളത്തിന്റെ വാതിൽക്കൽ നിന്ന് സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. മനുഷ്യർക്ക് ഞങ്ങളുടെ പിതാവേ, വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ. ജീവനും ഉയിരും ഞാനാകുന്നു. നമ്മുടെ സഭയുടെ പാരമ്പര്യമനുസരിച്ച് സംസ്കാരത്തിന് 3 ഭാഗങ്ങളാണുള്ളത്. 1-ാം ഭാഗം ഭവനത്തിൽ അത് പൂർത്തിയായി. 2-ാം ഭാഗം ദേവാലയത്തിലേക്ക് വിലാപയാത്രയെ നമ്മൾ പ്രാർത്ഥിക്കുകയും പരിശുദ്ധന്മാരമാനന്ദം മുതലുമിടത്തിൽ ഇനി അല്ലെങ്കിൽ വീട്ടിലേക്ക് ഇറക്കി മാറി റോട്ടിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഞാൻ
എത്ര വെണ്മയുള്ളവനാ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതി. സമർപ്പിക്കാം. കർത്താവകിലേ അമ്മ വാറ്റി പോയാ